ഏറ്റവും സ്നേഹമുള്ള വികാരി ജനറൽ മുൻ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ഡി ഫിലിപ്പച്ചൻ, സന്നിഹിതരായിരിക്കുന്നതായ വൈദിക ശ്രേഷ്ഠരെ, സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ഔദ്യോഗിക ചുമതലക്കാരെ, സ്നേഹമുള്ള വിശ്വാസ സമൂഹമേ, ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട EBK ജോഷുവ അച്ഛൻ വളരെ കാര്യമായിട്ട് ഉള്ള വിഷയങ്ങൾ എല്ലാം ഇവിടെ നാം ഇന്ന് കൂടിയതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ ഓർപ്പിക്കുകയുണ്ടായി. സുവിശേഷ പ്രസംഗ സംഘത്തെ സംബന്ധിച്ച് ഈ ധന്യ സ്മൃതി സംഗമം എന്ന് പറയുന്നത് ഒരു വലിയ മഹത്വകരമായ സേവനമായിട്ടാണ്, ശുശ്രൂഷയായിട്ടാണ് കാണുന്നത്. കാരണം സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ സ്ഥാപക നേതാക്കളെ അനുസ്മരിക്കുന്നതായ ആ ഒരു രംഗം, അവരുടെ സേവനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നതായ ഒരു സന്ദർഭമായിട്ട് ഇത് നാം കാണുന്നുണ്ട്. നിങ്ങളെ വഴി നടത്തിയവർ, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചവരെ ഓർത്തുകൊള്ളുവീൻ എന്നുള്ളതായ ആ ഒരു ശബ്ദം എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. വിവിധ രീതിയിൽ നമ്മെ വഴി നടത്തിയതായ ആളുകളുണ്ട്. നമ്മോട് ദൈവവചനം പ്രസംഗിച്ച് നമ്മെ ശക്തരാക്കിയതായ അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരായുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവരുടെ ജീവിതങ്ങളെ ഓർക്കുകയും നന്ദിയോടുകൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് നാഥൻ നടത്തിയ വഴികളെത്ര ശ്രേഷ്ഠം എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കിടയാകുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അതുകൊണ്ട് 137 വർഷങ്ങൾ പിന്നിട്ട് സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ വിശ്വാസയാത്ര ഒരു ജൈത്രയാത്ര എന്ന രീതിയിൽ ഭാരതത്തിൻ്റെ വിവിധ കോണുകളിൽ സുവിശേഷം എത്തിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായപ്പോൾ ഇതിന് മുഖാന്തരമായി തീർന്നതായ സാഹചര്യം, അതിന് വ്യക്തമായ ദർശനം നൽകിയതായ വ്യക്തികൾ, പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കാളികളായി ഇതിന് നേതൃത്വം നൽകുന്നതായ വ്യക്തികൾ, അവരുടെ ധന്യ ജീവിതത്തെ ഓർക്കുന്നത് എത്രയോ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ഉമ്പയാറ്റുകര പള്ളിയിൽ കല്ലിശ്ശേരി പ്രദേശത്ത് ഒരുമിച്ച് കൂടി വരുമ്പോൾ 12 പേര് ഒരുമിച്ച് ചേർന്ന് വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നതായ സന്ദർഭം, ആ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ തങ്ങളുടെ വിശ്വാസത്തെ കരുപ്പിടിപ്പിച്ചുകൊണ്ട് ഓരോ പ്രദേശങ്ങളിൽ സുവിശേഷത്തിൻ്റെ വാഹകരായിട്ട് പോകുവാനായിട്ട് അനേകരെ ഒരുക്കുന്നതായ സംരംഭം, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായി നാം മനസ്സിലാക്കുന്നു. കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ദൈവമാണ് അതിശയകരമായി നമ്മെ വഴി നടത്തുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ചിലരുടെ ഓർപ്പിച്ചുവല്ലോ, മാർത്തോമാ സഭയുടെ വിവിധങ്ങളായിട്ടുള്ളതായ പ്രശ്ന സങ്കീർണമായ സാഹചര്യങ്ങൾ, വിശ്വാസ സമൂഹത്തും ഒരുമിച്ച് ചേർന്ന് വരുന്നതായ പശ്ചാത്തലത്തിൽ അവരെ അലട്ടിയിരുന്നതായ വിഷമ സാഹചര്യങ്ങൾ, കാറും കോളും നിറഞ്ഞതായ സാഹചര്യത്തിൽ ഉലയുന്ന തോണിയിലൂടെ യാത്ര ചെയ്യുന്നതായ ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിൽ അമരക്കാരനായി കൂടെ ഉണ്ടായിരുന്ന് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടി ഉണ്ട് എന്നരുൾ ചെയ്യുന്നതായ
ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ധൈര്യത്തോടുകൂടെ മുന്നോട്ട് പോയതായ വിശ്വാസ ജീവിതങ്ങൾ നമ്മുടെ പിതാക്കന്മാരുടെ ജീവിത അനുഭവങ്ങൾ. ഇതെന്നും നമുക്ക് ആവേശം ഉണർത്തുന്നതാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ചൈതന്യം പകരുന്നതാണ്, നമ്മുടെ സുവിശേഷ തീഷ്ണത നഷ്ടപ്പെട്ടു പോകാതെ മങ്ങിപ്പോകാതെ അത് കാസൂക്ഷിപ്പാനായിട്ട് നമ്മെ സഹായിക്കുന്നതാണ്. അത് നമ്മുടെ ഓർമ്മയായി മാറുക മാത്രമല്ല, അതിനപ്പുറമായിട്ട് ഇന്നിൻ്റെ സാഹചര്യങ്ങളെ രൂപപ്പെടുത്തുവാൻ ഒരാവേശമായി തീരേണ്ടത് ആവശ്യമാണ്. കൂടുതൽ കർമ്മശേഷിയോടെ പ്രവർത്തിപ്പാനായിട്ട് നമുക്കിടയായി തീരേണ്ടത് ആവശ്യമാണ്. ചരിത്രത്തിൽ ജീവിക്കുന്നതായ മനുഷ്യരാണ് നമ്മൾ. എന്നാൽ ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നതായ സാഹചര്യങ്ങൾ, അതിന് മുഖാന്തരമായി തീരുന്നതായ സംഭവങ്ങൾ, ഇത് ഓരോ ജീവിത സാഹചര്യങ്ങളിലും ഈ ചരിത്രത്തെ നയിക്കുന്നതായ ദൈവത്തോടൊത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ അർത്ഥവത്തായിട്ട് നിർവഹിക്കുമ്പോൾ മാത്രമാണ് സാധ്യമായി തീരുന്നത്. ആ രീതിയിൽ മലങ്കരയിൽ സുവിശേഷ ദർശനത്തിൻ്റെ ആ ഒരു ദീപശിഖ കാത്ത് പരിപാലിച്ച് മുന്നോട്ട് പോകുവാൻ നേതൃത്വം നൽകിയതായ, ചരിത്രം സൃഷ്ടിച്ചതായ 12 പേരാണ് അച്ഛൻ ഇവിടെ പേര് പറഞ്ഞതായ വ്യക്തികൾ. അവരുടെ ഫോട്ടോ എല്ലാം ഇവിടെയുണ്ട്. വിശദമായ വിവരങ്ങൾ ഈ ഒരു ബ്രോഷറിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇത് എന്നും നമ്മുടെ ജീവിതത്തിൽ ആവേശവും കൂടുതലായ ശക്തിയും പ്രദാനം ചെയ്യുന്ന ഒരു അനുഭവമായി തീരേണ്ടത് ആവശ്യമാണ്. ഇതിന് പിൻതലമുറക്കാരായിട്ട് ഇന്നിവിടെ ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്നതായ വിശ്വാസ സമൂഹം, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം, ഞങ്ങളുടെ മാതാക്കളുടെ ദൈവം, ഞങ്ങളുടെയും ദൈവം എന്ന് പറഞ്ഞ് ആ ദൈവത്തിൽ ആശ്രയിച്ച് ഈ വിശ്വാസ സ്ഥിരതയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിച്ചതായ വ്യക്തികളായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളതായ വിശ്വാസം അടിപതറാതെ കർത്താവിനോടൊത്ത് അനുഗ്രഹകരമായിട്ട് മുന്നോട്ട് ജീവിതത്തെ നയിപ്പാൻ നമുക്ക് ഇടയാകേണ്ടത് ആവശ്യമാണ്. നവീകരണ സഭയുടെ തനിമ ഇത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസയാത്രയിൽ എല്ലായ്പ്പോഴും നാം പുലർത്തേണ്ട ഒന്നാണ്. അവിടെ ദൈവവചനത്തിൻ്റെ ആ ദിവ്യ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എങ്ങനെ സാധ്യമാകും എന്ന് വ്യക്തമായിട്ട് ചിന്തിക്കുന്നത് നല്ലതാണ്. മനുഷ്യ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുന്നതായ ആ ദൈവശക്തി വചനത്തിലൂടെ ഉൾക്കൊള്ളുന്നതായ വ്യക്തികളായിട്ട് നാം മാറണം. ഉണർവ് യോഗങ്ങളായാലും സുവിശേഷ പ്രസംഗ വേദികളായാലും ഇവിടെയെല്ലാം ഈ ദൈവവചനത്തിൻ്റെ ആഴവും പരപ്പും ധാരാളമായി മനുഷ്യരിൽ ഉളവാക്കിയതായ ആ ദിവ്യ സത്യം ഇത് കാസൂക്ഷിപ്പാനായിട്ട് ഇന്നും നമുക്ക് ഇടയാകേണ്ടത് ആവശ്യമാണ്. ഇത് തലമുറകളിലേക്ക് പകരപ്പെടുന്നതായ പ്രവർത്തനമാണ് സുവിശേഷ സംഘം ഇന്ന് നിർവഹിക്കുന്നത്. ഭാരത സുവിശേഷീകരണം ലക്ഷ്യമാക്കി നമ്മൾ നാനാജാതി മതസ്ഥരുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നതായ വേളയിൽ മാർത്തോമാ വിശ്വാസികൾ ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ദൈവവചനം കയ്യിലേന്തി നെഞ്ചോട് ചേർത്ത് ഈ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളികളാകുമ്പോൾ ഈ സഭ എന്നും ചൈതന്യവത്തായ ഒന്നായിട്ട് നിലനിൽക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ആ രീതിയിൽ നമ്മൾ ദൈവവചനത്തിന് പ്രാധാന്യം നൽകി ഈ ദൈവിക ശുശ്രൂഷയിൽ പങ്കാളികളായി മുന്നോട്ട് പോകുവാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഈ 12 പേര് ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് പെന്തിക്കോസ്ത് നാളിലെ മാളിക മുറിയിൽ കൂടിയിരുന്നതായ ശിഷ്യന്മാരുടെ ജീവിത സാഹചര്യങ്ങളെയൊക്കെ ഇവിടെ പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കുകയുണ്ടായി. അന്ന് പ്രാർത്ഥനയിൽ ഉറ്റിരുന്നതായ ശിഷ്യന്മാർക്ക് ലഭിച്ചതായ ദൈവിക ദാനം ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിപ്പാനുള്ളതായ ശക്തിയായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരുന്നതായ വ്യക്തികൾ
അവർക്ക് ലഭിച്ചതായ ദർശനം, ആ ദർശനം സഭയുടെ ആകമാന വളർച്ചയ്ക്ക് സഹായകരമാക്കി മാറ്റിയതായ അനുഭവമാണ്. ഇന്ന് നാം ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ 137 വർഷത്തിന് ശേഷം നാം ഈ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ചുമതലയിലും അതിൻ്റെ ഭാഗമായിട്ടും വിശ്വാസ സമൂഹമായിട്ട് ഈ സഭയിലും ആയിരിക്കുമ്പോൾ ഒരു സ്വയശോധന എല്ലായ്പ്പോഴും ആവശ്യമാണ്. ഈ പ്രാർത്ഥന ജീവിതത്തിൽ ഉറ്റിരന്ന് നയിക്കുന്നതായ, നടത്തുന്നതായ, പ്രവർത്തിക്കുന്നതായ ഒരു രീതിയാണോ നമുക്കുള്ളത്? അതോ ഇന്നത്തെ മാറിക്കൊണ്ടിരിക്കുന്നതായ ലോക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ കാണുന്നതായ പ്രവണതകൾ സഭയിലും സംഘത്തിലും കയറിപ്പറ്റി എങ്ങനെയും എവിടെയും ഇരിക്കുക, അതാണ് പ്രാധാന്യം എന്ന് പറയുന്നതായ ജീവിതങ്ങളാണോ എന്നുള്ള ഒരു സ്വയശോധന നമുക്കാവശ്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥന നഷ്ടപ്പെട്ടു. ഇന്ന് ഭൗതികമായിട്ടുള്ളതായ നേട്ടങ്ങൾ നമുക്കുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, അതിൻ്റെ ഭരണം കൈയടക്കുവാനുള്ളതായ താല്പര്യമായിട്ട് മനുഷ്യർ മാറുമ്പോൾ സുവിശേഷം നഷ്ടപ്പെട്ടു പോകുന്നതായ ഒരു ജീവിത അനുഭവമായിട്ടൊന്നും മാറുന്നില്ലേ? അതുകൊണ്ട് നാം ഇന്ന് ചേർന്ന് വരുമ്പോൾ ഈ 12 പേരുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. അവരുടെ അർപ്പണത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. അവരിലൂടെ ഈ സഭ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് ഈ സഭ ഈ രീതിയിലാക്കുവാനായിട്ട് അവരുടെ സേവനങ്ങൾ മുഖാന്തരമായി തീർന്നു. തുടർന്ന് വന്നതായ തലമുറകൾ അത് ഏറ്റെടുത്തുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളികളായി മുന്നോട്ട് പോയി ആ ദർശനം മങ്ങിപ്പോകാതെ ആത്മാവിൽ എരിവുള്ളവരായി തീഷ്ണതയോടുകൂടെ സുവിശേഷ ദർശനം കാത്തുസൂക്ഷിപ്പാൻ ദൈവമേ ഈ സഭയെ ശക്തരാക്കണമേ, പ്രാപ്തനാക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ആവശ്യം. അതുകൊണ്ട് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ ചരിത്രം സൃഷ്ടിച്ചതായ ചില വ്യക്തികൾ, ഇന്ന് ചരിത്രത്തിൽ ജീവിക്കുന്നതായ നാം പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട്, പുതിയ മാനങ്ങൾ തേടിക്കൊണ്ട്, പുതിയ മേഖലകളിൽ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് നിലനിൽക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന ആവശ്യമാണ്. അനുഗ്രഹകരമായിട്ടുള്ള ഒരു കൂട്ടായ്മയിൽ ഒത്തുചേർന്ന് വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്രയും പട്ടക്കാരുടെ സാന്നിധ്യം, സുവിശേഷകരുടെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതാണ്. ഉമിയാറ്റുകര പള്ളി മനോഹരമായിട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. ഗായക സംഘം കാര്യമായിട്ട് ഇതിൽ നിങ്ങളുടെ പാട്ടുകളിലൂടെ സഹകരിച്ചു. ദൈവത്തിന് നന്ദി കരയറ്റാം, ദൈവത്തിന് സ്തോത്രം കരയറ്റാം. തിരിഞ്ഞു നോക്കി നാഥൻ നടത്തിയ വഴികളെത്ര ശ്രേഷ്ഠം. കർത്താവിനവൻ്റെ അവതരണത്തിൽ ശക്തിപ്പെട്ട് ജീവിതത്തെ നയിപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ ഒരു യോഗത്തിൽ നമുക്ക് പങ്കുചേരാം. പ്രത്യേകിച്ച് 12 സ്ഥാപക നേതാക്കൾ, അവരുടെ പിൻതലമുറക്കാർ ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ ഈ ദർശനം വാങ്ങിപ്പോയിട്ടില്ല. നാം ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. സഭ ഏകവും ശ്ലൈഹികവുമാണ്. ഈ സഭയുടെ വളർച്ചയിൽ ഞങ്ങൾ കൂടെയുണ്ട്. ഞങ്ങളുടെ സാന്നിധ്യം എപ്പോഴും കൂടെയുണ്ട്. ഈ സഭയെ മുന്നോട്ട് നയിപ്പാൻ ദൈവമേ നിന്റെ ആത്മാവിനാൽ ഞങ്ങളെയും എല്ലാവരെയും സഹായിക്കണമേ. അതിന് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ.